ക്രൈം സ്റ്റോറി നമ്പർ 2. വീണ്ടും ഒരു മരണമാല്യം. തൃശൂർ വരന്തരപ്പള്ളിക്കടുത്ത മാട്ടുമലയിൽ 20-കാരി ഭർത്തൃവീട്ടിൽ പൊള്ളലേറ്റു മരിച്ച സംഭവം കൊലപാതകമെന്ന് ആവർത്തിച്ചാരോപിക്കുകയാണ് കുടുംബം. എന്നാൽ 20-കാരി അർച്ചനയുടേത് ആത്മഹത്യ എന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. കൊലപാതകമെന്ന് കരുതാൻ കഴിയുന്ന തെളിവുകൾ ഈ ഘട്ടത്തിൽ വ്യക്തമായിട്ടില്ല. എന്നാൽ പരാതിയുടെയും ആരോപണങ്ങളുടെയും ദുരൂഹതയുടെയും പശ്ചാത്തലത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് ഇതിനകം കടന്നു കഴിഞ്ഞു. പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അവള് പറയാൻ സമ്മതിക്കില്ല, അവള് ഫോൺ കൊടുക്കില്ല, അവളെ ഒറ്റയ്ക്ക് വിടില്ല. അവളുടെ അമ്മ വിളിച്ചിട്ട് വരെ ഫോൺ ഞാൻ വിളിക്കാറില്ല, അമ്മ വിളിക്കാറ്. വിളിച്ചാലും ഫോൺ ആരാ നിങ്ങൾക്ക് ചോദിച്ചു അങ്ങനെ ഇതാക്കാറില്ല. പോലീസ് ഞാൻ ഒരു കോളേജിൽ പഠിക്കാൻ പോയപ്പോ റോട്ടിലിട്ട് തില്ല കുട്ടി മോളെ, എന്നിട്ട് ഞാൻ പോയി പരാതി കൊടുത്തു. 7 മാസം മുൻപ് വിവാഹിതയായ അർച്ചന ഗർഭിണിയുമായിരുന്നു. ഭർത്താവ് ഷാരോണിൽ നിന്ന് ക്രൂരമായ അതിക്രമം നേരിട്ടിരുന്നതായാണ് ആരോപണം. ശാരീരികമായും മാനസികമായും അതിക്രൂരമായി ഭർത്താവ് പീഡിപ്പിച്ചുവെന്ന് അർച്ചനയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. ഭർത്താവ് ഷാരോണിന് മാത്രമല്ല, ഭർത്തൃ വീട്ടുകാർക്കും ഇക്കാര്യത്തിലുള്ള പങ്ക് വിശദമായി പരിശോധിക്കാനാണ് പോലീസ് നീക്കം. സ്കൂളിൻ്റെ അവിടെ വെച്ചെങ്ങാണ്ട് ഈ കുട്ടീനെ തല്ലൊക്കെ ഉണ്ടായിട്ട് ഇവരുടെ അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞ് അവർ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുത്തിരുന്നു. അങ്ങനെ 1-2 പരാതികൾ ഈ പയ്യനെതിരെ അച്ഛനമ്മമാര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മാനസികമായിട്ട് ശാരീരികമൊക്കെ ആയിട്ട് ആ കുട്ടിക്ക് നല്ല പീഡനമായിരുന്നു. മരണസമയത്ത് മറ്റാരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് വിലയിരുത്തൽ. എന്നുവെച്ചാൽ ആത്മഹത്യ എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രകോപനം, ക്രൂരമായ ഭർത്തൃപീഡനം, ഭർത്താവ് ഷാരോണിനൊപ്പം ഭർത്തൃമാതാവും അർച്ചനയെ മാനസികമായി തകർക്കുന്നതിൽ പങ്കുവഹിച്ചോ എന്നതും വിശദമായി പരിശോധിക്കും. അർച്ചനയുടെ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ സംബന്ധിച്ച് പോലീസ് അന്തിമ തീരുമാനമെടുക്കുക. ആവർത്തിക്കപ്പെടുന്ന ഇത്തരം ദുരൂഹ മരണങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടത്. അർച്ചനയുടെ പിതാവ് ഹരിദാസിന്റെ ഹൃദയഭേദകമായ പരാതികൾ ആരെയും മുറിപ്പെടുത്തുന്നതാണ്. അന്വേഷണത്തിലൂടെ യഥാർത്ഥ സത്യങ്ങൾ പുറത്തുവരട്ടെ. കൊച്ചി ക്യാമറ ടീമിനൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.